നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉദയനക്കുറുപ്പിൻ്റെ മറ്റൊരു കഥ പറയുകയാണ്. ഉദയനക്കുറുപ്പിൻ്റെ ജീവിതത്തിലെ ചില കുസൃതികൾ എന്നുവെച്ചാൽ ചില ദുസ്സാമർത്ഥ്യങ്ങൾ, അത് രണ്ടും ആവാം, അങ്ങനെയൊക്കെയുള്ള കഥകളാണത്. തിരുനെല്ലി വാഴുന്ന കോട്ടയിൽ ഒരു തമ്പുരാനുണ്ട്. അപ്പോൾ തിരുനെല്ലി കോട്ടയ്ക്കകത്ത് വലിയ ചിറ അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രഭു കുടുംബമാണ് മാടായി കോട്ട കോലത്ത്. ഈ മാടായി കോലത്തും ഇഷ്ടംപോലെ സമ്പത്തും ധാരാളം സൗകര്യങ്ങളും ആനയും കൊമ്പനാനയും കൃഷിസ്ഥലവും കുതിരപ്പന്തിയും പശു തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ സൗകര്യമായിട്ട് ജീവിക്കുന്നതാണ് മാടായി കോല്. ആ മാടായി കോലും പോയപ്പോൾ അവിടെ വളരുന്ന ഒരു പെൺകുട്ടിയാണ് പാറു എന്നാണ്. മാടായി കോലത്ത് വാഴും പാറു, അങ്ങനെയാണ് പറയുന്നത്. ഈ പാറു ഒരു ദിവസം കുളിക്കാൻ പോണത് എങ്ങനെയാ വെച്ചാൽ തൊട്ടിപ്പുറത്തുള്ള തിരുനെല്ലി കോട്ട വാഴുന്ന തമ്പുരാനപ്പം ഗോപുരത്തിൻ്റെ അവിടെ ഇരിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഈ പാറു പോരണ കണ്ടപ്പോൾ ഈ തിരുനെല്ലി കോട്ട വാണ തമ്പുരാൻ എന്തു ചോദിച്ചു? മാടായി കോലത്തെ കുഞ്ഞിപ്പാറു, നീ അപ്പുറം ഉള്ള കോലത്തെ മാടായി കോലത്തെ കുഞ്ഞിപ്പാറു അല്ലേ? എവിടെ പൂറാപ്പാടാ കുഞ്ഞിപ്പാറു? പാറുണ്ട്, പാറുവിൻ്റെ തോഴിമാരും ഉണ്ട്, എല്ലാവരും അകമ്പടിയോടുകൂടി ഒന്നിച്ച് പോവുക. എവിടേക്കാണ് ഈ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിപ്പാറു പറഞ്ഞു, ഞാൻ തിരുനെല്ലിക്കോട്ട വാണ എൻ്റെ ബന്ധു. എന്നെ നാളെ എന്ന് പറഞ്ഞോണം മറ്റൊന്ന് കല്യാണം കഴിക്കാതിരിക്കണ ആളല്ലേ തിരുനെല്ലി കോട്ട വാഴണ ഇവിടുത്തെ തമ്പുരാൻ. ഞാൻ ആ ബന്ധുവിൻ്റെ, അതായത് തിരുനെല്ലി കോട്ട വാഴുന്ന തമ്പുരാൻ്റെ, എൻ്റെ ബന്ധുവിൻ്റെ തിരുനെല്ലിക്കോട്ട ചിറയിലാണ്. തിരുനെല്ലിക്കോട്ടയുടെ ഒരു ചിറയുണ്ട്. ചിറ എന്ന് വെച്ചാൽ വലിയ കുളം, താമര കുളം, പൊയ്ക എന്നൊക്കെ പറയാം. ആ തിരുനെല്ലിക്കോട്ടയുടെ ചിറയിലേക്കാണ് പോകുന്നത്. ഞാനിന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുളിക്കാനായിട്ട് നെയ്യപ്പോൾ ഈ തമ്പുരാന് തോന്നി, ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീ ഉടൻ തന്നെ ഈ ചിറയിലേക്ക് കുറച്ച് വഴി അങ്ങോട്ട് പോകണമല്ലോ. ആ വഴിക്ക് നീ പോണ വഴിക്ക് നീ കുളിക്കാനായി പോണ്ട മാടായി കോലത്തെ കുഞ്ഞിപ്പാറു, നീയോ കുളിക്കാനായി പോണ്ട പാറു, നീ ഈ വഴിക്കൊന്നും കുളിക്കാൻ പോകണ്ട പാറു എന്ന് ചോദിച്ചു. നീ എന്താ കാരണം എന്ന് വെച്ചാൽ, നീ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കണ്ടു കൊതിക്കും നിന്നെ. നീ എത്ര സുന്ദരിയാണെന്നോ നിനക്കത് അറിയാഞ്ഞിട്ടാ. നിന്നെ കണ്ട് ആരെങ്കിലും കൊതിച്ചാൽ ഏറിയ സങ്കടം എനിക്കതൊരു വലിയ സങ്കടമാവും. നിന്നെ ഭാര്യയായിട്ട് കിട്ടിയില്ല വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമാവും. അതുകൊണ്ട് നീ ഇപ്പോൾ പോവണ്ട കുഞ്ഞിപ്പാറു, നീ തിരിച്ചു പോയിട്ട് വേറെ നിൻ്റെ വീട്ടിലുള്ള ചിറയിൽ തന്നെ കുളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ പാറുവിനൊരു തമാശ തോന്നി. തൻ്റെ സൗന്ദര്യത്തെ പറ്റിയല്ലേ തമ്പുരാൻ പുകഴ്ത്തി പറഞ്ഞ. ഉടൻ തന്നെ ചോദിച്ചു, തിരുനെല്ലിക്കോട്ട വാണ എൻ്റെ ബന്ധു, എന്നെ വിവാഹം കഴിക്കാൻ പോണ ആളെ, എൻ്റെ ഭാവിയിലെ ഭർത്താവ്, എൻ്റെ ബന്ധു, ആരെന്നെ കണ്ടു കൊതിക്കാനാണ്. എന്നെ ആരാ കണ്ട് കൊതിക്കാൻ പോണേ? ആരെന്നെ തന്നെ കണ്ട് കൊതിച്ചാലും എന്തൊരു ഫലം. ആരെന്നെ കണ്ടു കൊതിച്ചോണ്ടാലും എന്തൊരു ഫലമാണു ബന്ധു. ഇപ്പോൾ ആര് തന്നെ എന്നെ കണ്ട് കൊതിച്ചാലും അതുകൊണ്ട് വല്ലൊരു കാര്യമുണ്ടോ? എന്നെ ഇന്നാരും എന്തൊരു ഫലമാണ്. ഇപ്പം മാടായി കോലത്ത്, ഞാൻ മാടായി കോലത്താണ് ജനിച്ചതെങ്കിൽ എന്നെ ഇന്നാരും തോടില്ലയല്ലോ. ഞാൻ ജനിച്ചതേ മാടായി കോലത്താണ്, സുന്ദരിമാർ ജനിക്കുന്ന കോലവുമാണത് അവിടെ. അതുകൊണ്ട് എന്നെ ഇന്ന് ആരും തന്നെ തൊടാനായിട്ട് ധൈര്യപ്പെടില്ല. അതുകൊണ്ട് തിരുനെല്ലി വാഴുന്ന തമ്പുരാൻ അക്കാര്യം ഓർത്ത് ഒട്ടും തന്നെ ഭയപ്പെടണ്ട. പിന്നെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാൻ പോയ നേരത്ത്
മാടായി കോലത്തുനിന്ന് ഞാൻ എഴുത്തുപള്ളിയിൽ പോയി എഴുതാൻ പഠിക്കാൻ പോണ നേരത്ത് തച്ചോളി നല്ലോമന കുഞ്ഞോദയനൻ, അന്ന് കുഞ്ഞോദയനൻ എന്നെ കണ്ട് കൊതിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്നിട്ടിപ്പോൾ ഇതുവരെ എന്നെ ബന്ധുത്വം ഊഴം വഴങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ആരും കൊതിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ബന്ധു ഈ തമ്പുരാൻ തന്നെയാണ്. ഇവിടെ വാഴുന്ന തലശ്ശേരി കോട്ട വാഴുന്ന തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ ഉടനെ ഈ തച്ചോളി കുഞ്ഞോദയനൻ എന്നെ മേപ്പയിൽ കുഞ്ഞോദയൻ എന്നെ കണ്ട് കൊതിച്ചിട്ടുണ്ടെന്ന് പാറു പറഞ്ഞ വഴിക്ക് തമ്പുരാൻ്റെ ഉള്ളൊരു പെടക്കല് പിടിച്ചു. തമ്പുരാൻ ആകാംക്ഷ കൊണ്ട് തമ്പുരാൻ ചോദിച്ചു, ഉദയനൻ നിന്നെ അവിടുന്ന് എഴുത്തുപള്ളി പോണ നേരത്ത് ഉദയനൻ നിന്നെ കണ്ടിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞ? അതെ, ആ കണ്ട നേരത്ത് എന്താണ് നിന്നോടു ചോദിച്ചത്? നിന്നോട് എന്തെന്നാ ചോദിച്ചവൻ? നിന്നെ കണ്ട് കൊതിച്ചു എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ ഈ പാവം പാറു എന്തു പറഞ്ഞു എന്നുള്ള സത്യങ്ങൾ പറഞ്ഞു. എന്തു പറഞ്ഞു? എന്നോടന്നോനങ്ങു ചോദിച്ചിനി. ഓൻ എന്നോട് അന്ന് ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു, ഒരു മോന്തി ഊഴം വഴങ്ങിക്കോട്ടെ. എന്താ ചോദിച്ചത്? ഒരു മോന്തി, ഒരു സന്ധ്യയ്ക്ക് ഞാൻ അവിടെ വരട്ടെ, നിൻ്റെ കൂടെ ഊഴം വഴങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മാടായി കോലത്തെ പെറ്റൊരമ്മ ഈ പാറുവിൻ്റെ അമ്മയോട് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഉദയനൻ ചോദിച്ചു, മര്യാദയായിട്ട് ഇവളോട് ചോദിച്ചു, അമ്മയോട് ചോദിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദയനനോട് അന്നേ അതിന് സമാധാനം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? എന്തിനാണ് അമ്മോട് ചോദിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ ഊഴം വഴങ്ങുന്നൊന്നുമില്ല. കാരണം ഞാൻ ഇവിടെ തിരുനെല്ലി കോട്ട വാഴുന്ന തമ്പുരാനാണ് എനിക്ക് ഊഴം വഴങ്ങാനിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ ഊഴം വഴങ്ങുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ എനിക്ക് വിവാഹ ജീവിതമുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ അന്ന് തച്ചോളി ഉദയനൻ എന്തു പറഞ്ഞു എന്നറിയാമോ? അങ്ങനെ പറഞ്ഞപ്പോൾ ഓഹോ, ഇത്രയ്ക്ക് അഹങ്കാരമോ ഈ പെണ്ണിന്. അത് ശരി, ഞാനത് കണ്ടോളാം. അപ്പോൾ തച്ചോളി ഉദയനൻ എന്ത് പറഞ്ഞു? ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂ? ഈ പെണ്ണിൻ്റെ അഹങ്കാരമല്ലേ. അവൾ തിരുനെല്ലി വാഴണ തമ്പുരാന് മാത്രമേ ഊഴം വഴങ്ങൂത്രേ. തമ്പുരാൻ വഴങ്ങണതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ വഴങ്ങിക്കളെ, നോക്കിക്കോ നീ എന്ന് മനസ്സാല ഉറപ്പിച്ചിട്ട് തച്ചോളി ഞാനോ ജനിച്ചനെങ്കിൽ, ഞാൻ ജനിച്ചത് തച്ചോളി വീട്ടിലാണെന്നുണ്ടെങ്കിൽ, മാടായി കോലത്താണ് ഞാൻ ജനിച്ചതെങ്കിൽ ഇവിടുത്തെ തിരുനെല്ലിക്കോട്ട വാഴണ തമ്പുരാനെ ഊഴം വഴങ്ങുന്നില്ലെന്ന പറഞ്ഞു. അപ്പോൾ ഉദയനൻ അന്ന് തിരിച്ചെന്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ ജനിച്ചത് തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ വീട്ടിലാണെങ്കിൽ നിന്നെ ഞാൻ ഊഴം വാഴങ്ങുന്നെ, ഞാൻ നിന്നെ ഊഴം വാഴങ്ങിയിട്ടേ ഒരു കാര്യമുള്ളൂ എന്ന് ഉദയനൻ അന്ന് സമാധാനവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെന്ത് പറഞ്ഞു? അതൊന്നും നടക്കണ കാര്യമല്ല. ഞാൻ തിരുനെല്ലി വാഴണ തമ്പുരാന് ഇത് മുറിക്കും. തമ്പുരാൻ വന്നിട്ട് ഒലവില മുറിച്ചോണ്ടാല് ഒലവില മുറിക്കും, അതുപോലെ എണ്ണ തേക്കാൻ കൊടുക്കും. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. നീ ഉദയനൻ പറഞ്ഞു, ഓ അതൊക്കെ നടക്കട്ടെ, നീ ഇപ്പം പോ കുഞ്ഞിമാധു എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഉള്ളാലെ വാശി ആയിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ 2ാം ഭാഗം പറയാം. എന്താണ് മാടായി കോലത്ത പാറുവിനെ എങ്ങനെയാണ് ഉദയനൻ ഊഴം വഴങ്ങിയത് എന്നുള്ള കഥ, മാടായി കോലത്തെ പാറു ഉദയനനും തമ്മിലുള്ള ഈ കഥയുടെ 2ാം ഭാഗം ഞാൻ അടുത്ത ദിവസം പറയാം. ഇപ്പോൾ ഈ കഥ നോക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.
എല്ലാവർക്കും നന്ദി. രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കും. ഓ, ദയനൻ്റെ ഒരു കൂട്ടം സൂത്രേ കേൾക്കണ്ടേ.